ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് യേശുനാഥൻ താൻ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളായ കൊറാസീനെയും ബെത്സയിദയെയും കഫർനാമിനെയും അവർക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളൊക്കെയും അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. സുവിശേഷം പറയുന്നത് ഒത്തിരി അധികം അത്ഭുതങ്ങൾ യേശുനാഥൻ ഈ പട്ടണങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്നേഹവും കരുതലും യേശുനാഥൻ ആ പട്ടണങ്ങളോട് കാണിച്ചു എന്നാണ്. ദൈവം ഇത്രമാത്രം പ്രതീക്ഷയോടെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് തിരികെ അവന് സ്നേഹം നൽകാത്തതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താത്തതിൻ്റെ പേരിൽ ക്രിസ്തുനാഥൻ സങ്കടപ്പെടുന്ന ഒരു രംഗമാണ്. ഇവിടെ അവർക്കുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് യേശുനാഥൻ പറയുന്നതെങ്കിലും അവർക്കുണ്ടാകാനിടയുള്ള ദുരിതങ്ങളെക്കുറിച്ച്. ഈ ദുരിതങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ ശാപവചസ്സുകളല്ല, മറിച്ച് ആ ജനം പിന്തിരിഞ്ഞ് വീണ്ടും ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വചനങ്ങളാണ്. യേശുനാഥൻ ആ നഗരങ്ങളെ ശപിക്കുകയല്ല, വരാനിരിക്കുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ മാനസാന്തരപ്പെടാനായി അവരെ ക്ഷണിക്കുകയാണ്. അത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ്. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാനുള്ള ഒരു ക്ഷണമാണിത്. അപ്പോൾ ഈ ഒരു വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്താണ്. ദൈവം പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അത്ഭുതങ്ങളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആ കരുതലിനും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ഒക്കെ പകരമായി അവിടുത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് ഓരോ മനുഷ്യരിലും പ്രതീക്ഷയുണ്ട്. അവൻ സ്നേഹിക്കുമ്പോൾ അവനെ തിരികെ സ്നേഹിക്കുമെന്നും മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുമെന്നും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആഗ്രഹത്തിനൊത്ത് വളരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ സുവിശേഷഭാഗം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ട് മുതൽ സഭയിൽ ഭക്തകൃത്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഒരിടമാണ് ഈ കർമ്മലമല. കർമ്മലമല ഏലിയായുടെ ദൈവിക പ്രാർത്ഥനയുടെ പാരമ്പര്യം പേറുന്ന ഒരു ഇടമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ദൈവത്തെ ധ്യാനിച്ച് ജീവിച്ചിരുന്ന ദൈവികമായ ഒരു ഇടമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നീട് 11-12 നൂറ്റാണ്ടുകളിൽ കാർമൽ സന്യാസിമാർ അവിടെ എത്തുകയും അവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പേരിൽ ഒരു ചാപ്പൽ പണിയുകയും ആ മറിയത്തെ അവിടുത്തെ അമ്മയായി സ്ഥാപിക്കുകയും ചെയ്തു. അതുകൂടെ ഒത്തിരിയധികം അത്ഭുതങ്ങൾ ആദ്യ നൂറ്റാണ്ട് മുതലേ നടന്നിട്ടുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിലും അത്ഭുതങ്ങളുടെ ഇടമാണത്. അപ്പം അങ്ങനെ അത്ഭുതങ്ങളുടെ ഇടമായ ആ പ്രദേശം മാനസാന്തരത്തിന് ഇടമായി മാറി. ദൈവാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് ജനം അവിടെ പോവുകയും മാനസാന്തരപ്പെടുകയും പഴയ ജീവിതം ഉപേക്ഷിക്കുകയും മറിയത്തിൻ്റെ മാധ്യസ്ഥതയിലൂടെ ദൈവത്തിലൊരു പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇടം അത്ഭുതങ്ങളുടെ ഇടമായി മാറുകയും മാനസാന്തരങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഇടത്തിൻ്റെ ഒരു ഓർമ്മയാണ് മറിയത്തിൻ്റേത്. മാത്രമല്ല 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൈമൺ സ്റ്റോക്ക് എന്ന സന്യാസിക്ക്, കർമ്മല സന്യാസിക്ക് മറിയം പ്രത്യക്ഷപ്പെട്ട് സ്കാപ്പുലർ നൽകുകയാണ്, ഉത്തരീയം. അപ്പോൾ ഈ ഉത്തരീയം ഇടുമ്പോഴും വിശുദ്ധമായി ജീവിക്കാനുള്ള ഒരു വാഗ്ദാനം ദൈവത്തോട് നമ്മൾ നടത്തുകയാണ്. അതിന് പകരമായി അമ്മ നൽകുന്ന ദൈവം അമ്മയിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പുതിയൊരു മാനസാന്തരത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഇടപെടുന്ന ദൈവത്തിൻ്റെ കരങ്ങൾക്കനുസരിച്ച് ഞാനും മാനസാന്തരപ്പെടാൻ പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.